ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദിയും ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള കലാപരിശീലന ക്യാമ്പ് കളിത്തട്ട് 2026 തുടക്കമായി. ചൂരക്കാട്ടുകര സ്വാമി വിശ്വംഭരാനന്ദ ഹാളിൽ നടന്ന ചടങ്ങിൽ കളിത്തട്ട് 2026 ഉദ്ഘാടനം അടാട്ട് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ കെ ശങ്കരനാരായണൻ നിർവഹിച്ചു. ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് CC ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി CB മുരളീധരൻ, ഗ്രാമീണ നാടകവേദി പ്രസിഡന്റ് ES വിജയകുമാർ, വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സംഗീത വിജയകുമാർ, VR മുരളീധരൻ, TS സുരേഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദി സെക്രട്ടറി EK ശ്രീനിവാസൻ സ്വാഗതവും നാടകവേദി നിർവാഹക സമിതി അംഗം സജീവ് കുമാർ PG നന്ദിയും പറഞ്ഞു. ക്യാമ്പ് ഡയറക്ടർമാരിൽ ഒരാളായ നിജിൽ ദാസ് ആദ്യ ദിനത്തിലെ പരിശീലനത്തിന് നേതൃത്വം നൽകി. ചൂരക്കാട്ടുകരയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി 10-നും 16-നും മധ്യേ പ്രായമുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നാടകമേഖലയിൽ ഏറെ ശ്രദ്ധേയരായ നിഖിൽ ദാസും നിജിൽ ദാസും ചേർന്നാണ് മെയ് 10 വരെയുള്ള കളിത്തട്ട് പരിശീലന കളരിക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന അവാർഡ് ജേതാക്കളും ചലച്ചിത്ര പിന്നണി പ്രവർത്തകരും കൂടിയാണ് അടാട്ട് സ്വദേശികളായ ഈ സഹോദരങ്ങൾ. ക്യാമ്പിന്റെ ഭാഗമായി മെയ് 3 ഞായറാഴ്ച വൈകിട്ട് 6-ന് ഇരുവരും രംഗത്തെത്തുന്ന എലിക്കണി എന്ന നാടകവും അവതരിപ്പിക്കും. മെയ് 6 വ്യാഴാഴ്ച വൈകിട്ട് 6:30-ന് സമസ്യാപൂരണം എന്ന സോളോ പെർഫോമൻസ് അരങ്ങേറും. രാമൻ പുറനാട്ടുകരയാണ് അവതരിപ്പിക്കുന്നത്. മെയ് 9 ശനിയാഴ്ച വൈകിട്ട് 6:30-ന് ജാപ്പനീസ് ആനിമേഷൻ ചലച്ചിത്രമായ ദി ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് പ്രദർശിപ്പിക്കും. സമാപന ദിവസമായ മെയ് 10-ന് ക്യാമ്പിൽ രൂപപ്പെടുന്ന വിവിധ കലാപരിപാടികളും നാടകവും അരങ്ങിലെത്തും. സമാപന സമ്മേളനത്തിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ATK ന്യൂസ്, ചൂരക്കാട്ടുകര.